ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വളരെ വലിയ ഗുഡ് ന്യൂസാണ് ലഭിക്കാൻ പോകുന്നത്, എന്ത് ശുഭമായിട്ടുള്ള ആ ഒരു തോട്ട്സാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് എന്ന് നോക്കാൻ. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ശുഭസൂചന അല്ലെങ്കിൽ ശുഭമായിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് നോക്കുമ്പോൾ ഒരു കാർമിക് സൈക്കിളിൽ നിന്ന് മുക്തരാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് വളരെ വലിയൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. അതായത് ഒരു വ്യക്തി നിങ്ങളോട് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ സെയിം തെറ്റ് മറ്റൊരു വ്യക്തിയും ചെയ്യുന്നു. വീണ്ടും വേറൊരു വ്യക്തി അങ്ങനെ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 4 പ്രാവശ്യമല്ല, അങ്ങനെ ഒരേ പാറ്റേൺ നിങ്ങൾക്ക് പല പല ആൾക്കാരിൽ നിന്ന് അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെ ഒരു കാർമിക് പാറ്റേണിൽ നിന്ന് നിങ്ങൾ മുക്തരാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു റൗണ്ട്, ആ റൗണ്ടിൽ ഇങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണ്. ആ റൗണ്ടിൽ ഓരോരുത്തരും വന്ന് നിങ്ങളെ മോശം ചെയ്തിട്ട് പോകുന്നു. നിങ്ങൾ വീണ്ടും ആ റൗണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ആൾക്കാർ നിങ്ങളോട് മോശം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പാറ്റേണിൽ നിന്ന് നിങ്ങൾ മുക്തരാകുന്നു. അത് വളരെ വലിയൊരു കാര്യമാണ്. ഇവിടെ കാർമിക് സൈക്കിള് ഏത് രീതിയിലുള്ള കാർമിക് സൈക്കിളായാലും അത് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരായാലും, ദൂരെയുള്ള കുടുംബത്തിലുള്ളവരുടെ ഇടയിലായാലും, നിങ്ങളുടെ സ്വന്തം കുടുംബത്തിൻ്റെ ഇടയിലുള്ളവരായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് എഫേർട്സ് ഉണ്ടാകും. പക്ഷേ എത്ര നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എഫേർട്സ് എടുത്താലും തിരിച്ച് നിങ്ങൾക്ക് ഷോ ചെയ്യുന്നത് നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, കുടുംബത്തിന് വേണ്ടി ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ആ ഒരു ഭാഗത്തുനിന്നുണ്ടാവുന്ന ആ ഒരു ഷോ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവൃത്തിയുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം, ഇത്രയും അവർക്ക് വേണ്ടി ചെയ്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണല്ലോ അവർ പറയുന്നത് എന്ന്. അതായത് അവരുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് ഒരു വാല്യൂം ഇല്ലാത്തൊരവസ്ഥ. അതായത് ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ കൊണ്ട് മറ്റൊരു വ്യക്തിയെ ഒരുമാതിരി മോശമാക്കുന്ന ഒരു സംസാരവും പ്രവൃത്തിയും ഉണ്ടാവത്തില്ല. അതേ അവസ്ഥയാണ് നിങ്ങൾക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ എത്ര തന്നെ ഇവരെ സഹായിച്ചാലും ഇവർ എപ്പോഴും നിങ്ങളുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എന്തൊക്കെ കുറവ്, പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു കുറവും ഇല്ലായിരിക്കാം. പക്ഷേ എന്നാലും ഇവർ മനഃപൂർവ്വമായിട്ട് കുറവുകൾ ക്രിയേറ്റ് ചെയ്ത് പറയും. അതായത് നിങ്ങൾ നല്ലത് ചെയ്താലും ഇവർ എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്കോട് പറയും. ഹൃദയം കൊണ്ട് നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും അപ്പോൾ നിങ്ങളുടെ മൂഡ് മോശമാകും. ഞാൻ ഇവർക്ക് വേണ്ടി ഇത്രയും ചെയ്തിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണല്ലോ ഉണ്ടായത് എന്ന് ആലോചിച്ച്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഡൗണിൽ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ ആ ഒരു ഹൃദയം സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ഡൗണിൽ കൊണ്ടുപോകാൻ പാടില്ല. എപ്പോഴും ഹൈ ആക്കി തന്നെ വയ്ക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ അങ്ങനെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് വെച്ച് കളിക്കാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണ്, നിങ്ങളുടെ കർമ്മം എന്താണ് എന്ന് മറ്റുള്ള ഒരു വ്യക്തിയെ മനസ്സിലാപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഡൗൺ ആക്കി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്ക് താഴെ പോയി ചെന്ന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ലേ, എൻ്റെ കർമ്മം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ ഒരു വ്യക്തി, താഴ്ന്ന് അപേക്ഷിച്ച് രീതിയിൽ പറയത്തില്ലേ ഒരു വ്യക്തിയോട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു കർമ്മം മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ, അല്ലാതെ കൂടുതലായിട്ട് അവരോട് നിങ്ങൾ പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെ എനിക്ക് ഈ കാര്യം പറയുമ്പോൾ തന്നെ മോശമായിട്ട് തോന്നുന്നു. കാരണം നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രമാത്രം താഴെ പോയി ചെന്നിങ്ങനെ സംസാരിച്ച് അവരെ മനസ്സിലാക്കിപ്പിക്കുന്ന രീതിയിലേക്ക് പോകണ്ടായിരുന്നു ഒരിക്കലും. ഇവിടെ നിങ്ങൾക്കിപ്പോൾ റീഡിങ് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എന്തുമാത്രം നിങ്ങൾ അവരോട് താഴ്ന്നു കിടന്ന് അപേക്ഷിച്ചു എന്ന്. അപ്പോൾ ഇനിയെങ്കിലും ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത് നിങ്ങൾ. എന്നിട്ടും ഇത്രമാത്രം നിങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾക്ക് തിരികെ ലഭിച്ചത് എന്താണ്? അവഗണനയും അപമാനവും മാത്രമാണ്. ഇവിടെ നിങ്ങൾ ചില കാർമിക് സൈക്കിൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി നല്ലത് ചെയ്തിട്ട് ആ വ്യക്തി തിരിച്ച് നിങ്ങൾക്ക് മോശമാണ് ചെയ്തത്. അങ്ങനെ ഒരു കാർമിക് സൈക്കിൾ നിങ്ങൾ കണ്ടു. മഹാഭാരതത്തിൽ കർണൻ തൻ്റെ കവചകുണ്ടലങ്ങളെല്ലാം തിരികെ കൊടുത്തപ്പോൾ അർജുനൻ സൂര്യഭഗവാനോട് പറഞ്ഞു അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അസ്ത്രം കൊടുക്കണമെന്ന്. അങ്ങനെ സൂര്യഭഗവാൻ ഒരു വാള് കൊടുത്തു. പക്ഷേ കർണൻ എന്താ ചെയ്തത്, ആ വാള് കൈ കിട്ടിയപ്പോൾ തന്നെ ഈ വാള് കൊണ്ട് തന്നെ അർജുനനെ കൊല്ലണം എന്നുള്ള ശപഥമാണ് എടുത്തത്. അതായത് നമ്മൾ ആർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നു അവർ നമുക്ക് വേണ്ടി തിരികെ ചെയ്യുന്നത് മോശമാണ്. ഇവിടെ സൂര്യഭഗവാനോട് അർജുനൻ പ്രാർത്ഥിച്ചത് കർണൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും അസ്ത്രം കൊടുക്കാം. പക്ഷേ കർണനാണെങ്കിലോ അർജുനനെ ആ വാളുകൊണ്ട് കൊല്ലണമെന്നാണ് തീരുമാനിച്ചത്. അതേപോലെയാണ് നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി നല്ലത് ചെയ്താലും തിരിച്ച് അവർ ചെയ്യുന്നത് മോശമാണ്.
നിങ്ങൾ എത്ര തന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി നല്ലത് ചെയ്താലും തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇൻസൾട്ട് മാത്രമാണ്. അതായത് നിങ്ങൾ അവരുടെ പിറകെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവരുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് ഒരു വാല്യൂവും ഇല്ല. നിങ്ങൾ ഒത്തിരി പക്ഷാപാതം കണ്ടിട്ടുള്ളവരാണ്, അങ്ങനെ ജീവിച്ചവരാണ് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള സർക്കിളിൽ നിന്ന് നിങ്ങളുടെ ലൈഫ് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാറുന്നതായിട്ട്, പുറമേ നിങ്ങൾ മാറുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് നിങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട്, നിങ്ങൾ ഇനി ആരുടെയും പിറകെ ഇങ്ങനെ പോവത്തില്ല, അവർ നിങ്ങൾക്ക് വാല്യൂ തരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ മാറുന്നതായിട്ട്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് കുറച്ച് സ്ട്രഗിളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ആ ഒരു വർക്കിൽ കോൺസെൻട്രേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടി സ്ഥിതികൾ ക്രിയേറ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സന്തോഷമായിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല നിങ്ങളുടെ വർക്ക്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടി മനഃപൂർവ്വമായിട്ട് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതൊന്നും മൈൻഡാക്കാൻ പോകണ്ട. ഈ ഒരു സമയം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആയാലും നിങ്ങൾ ഒരു രീതിയിലും ഭയക്കാൻ പാടില്ല, ഒരു ഭയത്തിലും നിങ്ങൾ വീഴാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്ക് ആവാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു സമയം ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അതായത് ഒരു വഴക്കോ അതോ എന്തുണ്ടായിക്കൊള്ളട്ടെ, കലഹങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങൾ അതിൽ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ആ ഒരു എനർജി ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ശുഭസമയം എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്നലെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലൈഫിൽ ഒരു ശുഭത വരാൻ പോവുകയാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു എനർജി ഒരു ശുഭതയെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ അതിനെ എത്തിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അതനുസരിച്ച് ശുഭമായിട്ടുള്ള പല സൂചനകളും സൈനുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ കാർമികമായിട്ടുള്ള സൈക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ശുഭത, നല്ല കാര്യങ്ങൾ, നല്ല ഗുഡ് ന്യൂസ്, ഇതിനെയെല്ലാം സ്റ്റക്കാക്കിക്കൊണ്ടിരുന്നത് ഈ ഒരു കാർമിക് സൈക്കിളാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ ഒരു കാർമിക് സൈക്കിളിൽ നിന്ന് ഒരുവിധം പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാർമിക് സൈക്കിൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പാടില്ല, നിങ്ങൾ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പാടില്ല, സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കണമെന്നാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം, ഈ ഒരു കാർമിക് സൈക്കിളിൽ നിങ്ങൾ പുറത്തു വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ കാർമിക് സൈക്കിൾ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും അവരുടെ സമയം വളരെ മോശമാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഹെൽത്ത് ഇഷ്യൂ അവർക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് കാർമിക് സൈക്കിൾ ഉള്ള ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു പാറ്റേൺ അവസാനിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സമയം നിങ്ങൾക്ക് ലഭിക്കും, യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനും പുറത്ത് വരികയും ചെയ്യും. ഇവിടെ നിങ്ങൾ കാർമിക് സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മുതുക് എപ്പോഴും കൂഞ്ഞ അവസ്ഥയിലായിരിക്കും. അതായത് നിങ്ങളുടെ മുതുകിൻ്റെ ആ ഭാഗം, നിങ്ങളുടെ ആ തലയുടെ ആ ഭാഗം എപ്പോഴും കസേലിരുന്നാലും നിങ്ങൾ കൂഞ്ഞിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കത്തില്ല. കാർമിക് സിറ്റുവേഷൻ ഉള്ളവർക്ക് ഇങ്ങനെയാണ്, എപ്പോഴും അവർ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നതായിട്ട്, തല കുനിഞ്ഞിരിക്കുന്നതായിട്ട്, മുതുക് ഒരു സൈഡ് കുനിച്ച് വച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നതായിട്ട്, അവരുടെ മുതുകിൽ എപ്പോഴും ഒരു ഭാരം ഉള്ളതുപോലെ അവർക്ക് തോന്നും. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എയർഫോൾ ഉണ്ടാകും ഭയങ്കരമായിട്ട്. ഇവിടെ ആഹാരം കഴിച്ചാലും നമ്മുടെ ആ ഒരു മോഷൻ്റെ ആ ഒരു പ്രക്രിയ നല്ല രീതിയിൽ നടക്കാതെ വരിക, അതൊക്കെ നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കാർമിക് പാറ്റേൺ ഉള്ളവരായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇരിക്കുന്ന രീതിയിൽ ഒരു നല്ലൊരു പൊസിഷൻ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ഇതുകൂടാതെ ഇൻസെക്യൂരിറ്റി ഭയങ്കരമായിട്ട് ഉണ്ടാകും. ഇന്ന് എങ്ങനെ പോകും, നാളെ എങ്ങനെ പോകും, അങ്ങനെയൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റി, ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു സിംറ്റംസ് എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥമാണ് നിങ്ങൾ 99% കാർമിക് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു സർക്കിളിൽ നിന്ന് നിങ്ങൾ മുക്തരാവാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ ഇതിൽ നിന്ന് നിങ്ങളെ പുറത്തു വരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് നിങ്ങൾ നമ്പർ 98ൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. ഇവിടെ നിങ്ങളുടെ എന്തോ നല്ല സഞ്ചിത കർമ്മ ഈ സമയം നിങ്ങൾക്ക് നല്ലത് വരുത്താൻ വേണ്ടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാർമിക് സൈക്കിളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നത്.
നിങ്ങൾ ആരെയാണോ ഭക്തിയോടെ വിളിക്കുന്നത് അവരുടെ ആശീർവാദവും നിങ്ങൾക്ക് ഈ ഒരു സമയം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ദശ മഹാദശ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കാം. സാറ്റർൻ്റെയോ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ദശാകാലം നിങ്ങളിൽ നിന്ന് പോകുന്നതായിരിക്കാം. ഈ ഒരു സമയം നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മനസ്സിലിങ്ങനെ തോന്നും, ഞാൻ ഈ ഒരു കാര്യം ചെയ്യാം, ഈ കാര്യം ചെയ്യുമ്പോൾ എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ട് മാറിയാലോ, അങ്ങനെ നിങ്ങൾ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ചെയ്ത് നിങ്ങൾ അതിൽ വിജയിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങളുടെ സന്തോഷത്തെ സുരക്ഷിതമാക്കി വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നതിനെക്കുറിച്ചും കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ മനസ്സ് സ്വയം ഗ്രീൻ കളർ വസ്ത്രം ധരിക്കുന്നതിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഗ്രീൻ കളർ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നതായിട്ട്, ഗ്രീനറിയുമായിട്ട് കുള്ളായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, അതായത് ഗാർഡനുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുള്ളായിട്ട് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മനസ്സിൽ ഒരു ഗൈഡൻസ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഏത് മഹത്വപൂർണ്ണമായിട്ടുള്ള വ്യക്തിയോട് സംസാരിച്ചാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാക്കുകൾ കാരണം ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട ഇടവരരുത്. ഇവിടെ ആരോടും വഴക്കിടാൻ നിങ്ങൾ പോവരുത്. എവിടെയെങ്കിലും വഴക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇടപെട്ട് അവിടെ വഴക്ക് ഉണ്ടാവുന്നത് മാറ്റുന്നതല്ലാതെ നിങ്ങളും കൂടെ അവിടെ വഴക്കിടാൻ പോവരുത്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ശാന്തിയും സമാധാനവുമാണ്. അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഈ ഒരു സമയം ഇമോഷണലിൽ നിന്ന് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മുന്നേയൊക്കെ ഇമോഷണലായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ കാണുന്നതെങ്കിൽ ഇനി പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ഇനി ഒരിക്കലും ലൈഫിൽ മിസ്യൂസ് ആവാൻ പാടില്ല. ആ രീതിയിലുള്ള പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ വളരെ സംവേദനശീലമുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും കരയുകയാണെങ്കിൽ നിങ്ങൾക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ആ സമയം നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കാൻ പോകും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത വ്യക്തിയായിരിക്കും, എങ്കിലും നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കാൻ പോകും. നിങ്ങൾ വിചാരിക്കുന്ന എല്ലാവരും മനുഷ്യരല്ലേ, അവരെ എനിക്ക് അറിഞ്ഞൂടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരല്ലേ, എനിക്കത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും അവരുടെ കണ്ണുനീര് മാറ്റണം എന്നുള്ള ചിന്തയാണ് നിങ്ങൾ കാണിക്കുന്നത്. മനുഷ്യത്വത്തിൻ്റെ ആ ഒരു പേരിലാണ് നിങ്ങൾ അവരോട് സംസാരിക്കുന്നത്, അവരെ സമാധാനിപ്പിക്കുന്നതുമെല്ലാം. നിങ്ങൾ സ്പഷ്ടവാദിയായിട്ടുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ കർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ കള്ളം പറയാത്ത വ്യക്തിയാണ്. കള്ളം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇവിടെ എപ്പോഴെങ്കിലും ഒരു ആവശ്യകത വരികയാണ്, ഒരു വ്യക്തിയുടെ നല്ലതിന് വേണ്ടി എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ നിങ്ങൾ കള്ളം പറയാറുണ്ട്. അതായത് നിങ്ങൾ അങ്ങനെ കള്ളം പറഞ്ഞത് കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് നല്ലതാണ് സംഭവിക്കുന്നതെങ്കിൽ കുഴപ്പമില്ലല്ലോ, അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ കള്ളം പറയാറുണ്ട്. പക്ഷേ ഒരു വ്യക്തിക്ക് അഹിതമുണ്ടാവണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും കള്ളം പറയാറില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഒരാൾക്ക് അഹിതം വരണമെന്ന് ആഗ്രഹിക്കാത്തത്. ഇവിടെ ജന്മമരണ യാത്രയിലുള്ള മുക്തിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു യാത്ര പറയുന്ന പ്രാക്ടിക്കലായിട്ടുള്ള യാത്രയില്ല. അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ അവർ നിങ്ങളെ വിഷമിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനെ നെവർ മൈൻഡ് അങ്ങനെയായിരിക്കും എടുക്കുന്നത്. അല്ലാതെ അത് കണ്ടിട്ട് അവരെന്നോട് എന്തോ കള്ളം മറച്ചു വയ്ക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കത്തില്ല. ഒരു വ്യക്തി നിങ്ങളോട് അപശബ്ദം പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവത്തില്ല. കാരണം അങ്ങനെ ഒരു ഊർജ്ജമായിട്ട് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കും തോന്നും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് നിങ്ങൾക്കും തോന്നും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആൾക്കാരോടും പറയും, ഇനി ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ആകുന്നു എന്ന്. ഇനി ഓരോ സ്ഥിതിയിലും ഒരു മെച്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മുന്നത്തെ പോലെ ഒരു കുട്ടിത്വ സ്വഭാവം, ഇമ്മെച്യൂർ ബിഹേവിയർ നിങ്ങൾക്കുണ്ടാവത്തില്ല. മെച്യൂറായിട്ട് എല്ലാ സിറ്റുവേഷനിലും മെച്യൂറായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുന്നതായിട്ട് മെച്യൂറായിട്ട് കാണുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള മാറ്റമാണ് അത് നിങ്ങൾക്കുണ്ടാകുന്നത്. ഇവിടെ നിങ്ങളും ഒരു വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ സംസാരം ഉണ്ടാവുന്നില്ല, എപ്പോഴും വഴക്ക് ആണെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ ആ ഒരു കണ്ണീർ കൊണ്ടും നോക്കും കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വഴക്കുണ്ടാവുന്നതിൻ്റെ കാരണം എന്തെന്ന് അവരുടെ ആ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾ ചിന്തിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അതായത് നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി ഇങ്ങനെയൊരു തീരുമാനം എടുത്തുകൊണ്ട് വരും. അതായത് ഓപ്പോസിറ്റുള്ള വ്യക്തി എന്ത് വേണോ നിങ്ങളെ പറയട്ടെ, എനിക്കതിലുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, ഞാനത് ആലോചിച്ച് വിഷമിക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനം നിങ്ങളെടുക്കും. അവരെന്താണോ പറയുന്നത് അത് അവരുടെ കർമ്മ, അവരുടെ ദൃഷ്ടികോൺ. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ സമാധാനിക്കും. നിങ്ങളുടെ കർമ്മ ഒരിക്കലും നിങ്ങൾ മോശമാക്കാൻ ശ്രമിക്കത്തില്ല ഒരിക്കലും. ഇവിടെ നിങ്ങളുടെ ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ടോ നിങ്ങളുടെ ആ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടോ ഒത്തിരി കഠിനാധ്വാനം നിങ്ങൾ ചെയ്തവരാണ്. മറ്റുള്ളവരുടെ സഹായം ചെയ്യുന്ന കാര്യത്തിലോ നിങ്ങൾ ഒത്തിരി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും നിങ്ങൾക്ക് അപ്രീസിയേഷൻ ലഭിച്ചിട്ടില്ല. അതായത് എന്ത് ചെയ്തിട്ടും ഒരു അപ്രീസിയേഷനോ നല്ല കർമ്മമായിട്ടോ വരുന്നില്ല. അത് വീണ്ടും റീസൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അതേ പാറ്റേൺ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലത് ചെയ്യുന്നു, വീണ്ടും മോശം മാത്രം ലഭിക്കുന്ന അവസ്ഥ. പക്ഷേ ഇനി നിങ്ങൾ ചെയ്ത എല്ലാ കർമ്മത്തിനും, മുന്നേ ചെയ്ത എല്ലാ കർമ്മത്തിനും, ഇനി ചെയ്യാൻ പോകുന്ന കർമ്മത്തിനും റിവാർഡ് ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സ് നല്ല രീതിയിൽ മാറുന്നതായിട്ട്, മനസ്സിൻ്റെ ആ ഒരു ചിന്ത, അതായത് ഇമ്മെച്യൂറിൽ നിന്ന് മെച്യൂറായിട്ട് നിങ്ങളുടെ മനസ്സ് മാറുന്നതായിട്ട്, ഇമോഷണൽ നിന്ന് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ മനസ്സ് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ പരാജയം ഫേസ് ചെയ്തവരാണ് എങ്കിൽ ഇനി വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.